അന്നിറങ്ങാൻ കാണിച്ച അതേ ആർജവത്തിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മൾ ഇറങ്ങണം. അത് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ജെൻസ് കുട്ടികൾ വളരെ സ്മാർട്ടാണ്. അവരുടെ ഭാഷയിൽ അവർ പൊളിയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന പൊളിയല്ല. അവരോടൊന്ന് പറഞ്ഞാൽ മതി, 100 പദ്ധതികൾ നമ്മുടെ മുമ്പിലെത്തും. തടസ്സങ്ങൾ രാഷ്ട്രീയമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ക്രിയാത്മകമായ മുന്നേറ്റം സാധ്യമാക്കിയ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ 30ാം വാർഷികത്തിലാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. പേരുപോലെ തന്നെ ജനകീയമായ ഈ പദ്ധതിയും ഒരു കേരള മോഡൽ ആയി നമുക്ക് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ അഭിമാനമുണ്ട്. അധികാരവും പണവും ഭരണനിർവഹണവും സാധാരണ ജനങ്ങളുടെ കൈകളിലേക്ക് നേരിട്ടെത്തിക്കാൻ നാം നടത്തിയ പരീക്ഷണമാണ് ജനകീയ ആസൂത്രണം. ചരിത്ര വഴികളും നേട്ടങ്ങളും വർത്തമാനകാല വെല്ലുവിളികളും വരുംകാല സാധ്യതകളും ഇവിടെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ നാൽവഴികളിൽ ചിലപ്പോൾ വിട്ടുപോകാനിടയുള്ള ചില വസ്തുതകൾ കൂടി ഇവിടെ ചേർക്കാൻ ഞാൻ ഈ സമയത്തെ ഉപയോഗിക്കുകയാണ്. ഈ ആശയത്തിന് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോളം പഴക്കമുണ്ട് എന്ന കാര്യം വിസ്മരിക്കാനാവില്ല. പ്രാദേശിക സ്വയംഭരണം എന്ന ചിന്ത പെട്ടെന്ന് ഉണ്ടായ ഒന്നല്ല. മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ദർശനമാണ് ഇതിൻ്റെ അടിത്തറ. ഗ്രാമങ്ങൾ സ്വന്തം കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുകയും വികസനത്തിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാവുകയും വേണമെന്നതായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നം. ഗ്രാമസ്വരാജ് എന്നതിനെ കുറച്ചുകൂടി പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ശ്രമിച്ചു. അന്ന് തന്നെ ഇതിന് ഭരണപരമായ രൂപം നൽകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഗ്രാമം, ബ്ലോക്ക്, ജില്ല എന്നിങ്ങനെ ത്രിതല സംവിധാനത്തെ ശുപാർശ മുന്നോട്ട് വെച്ചത്. പിന്നീട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ ഈ ആശയം ലോകസഭയിൽ വരികയും രാജ്യസഭയിൽ പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയ അധികാരമാണ് നമ്മുടെ പ്രാദേശിക വികസനത്തെ സമ്പന്നവും ജനകീയവുമാക്കിയത്. അന്ന് സാമൂഹ്യനീതിയിലും സാംസ്കാരിക നവോത്ഥാനത്തിലും രാജ്യമേറ്റെടുക്കുന്ന ഏതൊരു മാറ്റത്തെയും കലവറയില്ലാതെ സ്വീകരിക്കുന്ന കേരളം ഈ സംവിധാനത്തെ സമ്മോഹനമാം വിധത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. രാജ്യത്ത് ഈ ചർച്ചകൾ നടക്കുന്ന കാലത്തും കേരളത്തിൽ ഈ ആശയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ആദ്യത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് കുരിക്കൽ ആണ് ഈ ചർച്ചയുടെ ഒരു നേതൃത്വത്തിലുണ്ടായിരുന്നത്. പ്ലാനിംഗ് ബോർഡും ജനകീയാസൂത്രണവും വരുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭരണം ജനങ്ങളിലേക്ക് എന്ന വികേന്ദ്രീകരണ ആശയം നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പഞ്ചായത്തുകളുടെ ഭരണത്തിൻ്റെ പ്രാഥമിക ഘടകങ്ങളായി അംഗീകരിപ്പിക്കുവാനും അന്ന് അഹമ്മദ് കുരിക്കൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സഭയിൽ ഉന്നയിച്ച ചോദ്യം റെക്കോർഡുകളിലുണ്ട്. സെക്രട്ടേറിയറ്റിലെ കസേരകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഗ്രാമങ്ങളുടെ ആവശ്യങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നായിരുന്നു ആ ചോദ്യം. കേന്ദ്രം പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് പാസ്സാക്കിയപ്പോൾ അന്നത്തെ ഗവൺമെൻറ് തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന CT അഹമ്മദ് അലി ചരിത്രപ്രധാനമായ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കി. ഈ നിയമം കേരളത്തിലെ തദ്ദേശ സംവിധാനത്തിന് നിയമപരമായ അടിത്തറയുണ്ടാക്കി. സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അവർ ചെയർമാനായി രൂപീകരിച്ച ജനകീയാസൂത്രണം എന്ന മഹാപ്രസ്ഥാനം ഈ കേരളത്തിൽ തുടക്കം കുറിക്കുകയുണ്ടായി. ഈ വികസന പരീക്ഷണത്തെ എല്ലാ സർക്കാരുകളും ഏറ്റെടുക്കാൻ സന്നദ്ധമായിട്ടുണ്ട് എന്ന കാര്യം പറയേണ്ടുന്ന ഒന്നാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ക്ഷണക്കത്തിൽ പോലും അത് പ്രത്യേകമായി പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. എൻ്റെ പാർട്ടി മുസ്ലിം ലീഗ് ഈ പദ്ധതിയോട് സ്വീകരിച്ച സമീപനങ്ങളും പഠനവിധേയമാക്കേണ്ടതാണ്. നാടിൻ്റെ വികസനവും ജനനന്മയും ലക്ഷ്യമാക്കിയുള്ള ഏതൊരു പദ്ധതിയോടും ലീഗ് ഗുണകാംക്ഷയും സഹകരണവും കൊണ്ട് മാത്രമാണ് സമന്നമാക്കിയിട്ടുള്ളത്. അത് അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. സാക്ഷരതയാവട്ടെ, ജനകീയ ആസൂത്രണമാവട്ടെ, കുടുംബശ്രീയാവട്ടെ, എല്ലാം അന്ന് നൽകിയ സഹകരണവും അതിലെ രാഷ്ട്രീയവുമൊക്കെ പലപ്പോഴും തോമസ് ഐസക് സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കുട്ടി അഹമ്മദ് കുട്ടിക്കായിട്ട് പങ്കുവെക്കുന്നത് പലപ്പോഴും ഞാൻ പല വേദികളിൽ കേട്ടിട്ടുമുണ്ട്. കേരളത്തിൻ്റെ വികേന്ദ്രീകരണ ചരിത്രത്തിൽ സാക്ഷരതാ പ്രസ്ഥാനത്തിനും ജനകീയവൽക്കരണത്തിനും നൽകിയ പങ്കുകൾ ചെറുതായിരുന്നില്ല.
പ്രത്യേകിച്ച് കുടുംബശ്രീ പോലെയുള്ള പദ്ധതികൾക്ക് മലബാറിൽ ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കൂട്ടായ്മ അതിലുണ്ടായി. പിന്നീട് വന്ന വലിയ വലിയ മാറ്റങ്ങൾക്ക് അത് മുനീറായാലും ചെറുക്കളം അബ്ദുള്ളയായാലും ഒക്കെ പിന്നീട് മുമ്പ് വന്നിരുന്ന മന്ത്രിമാർ അതേ പാതയിൽ തന്നെ പോയി എന്നതും ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ശാക്തീകരണത്തിലും അതിനെ സഹായിക്കാനുള്ള ഉയർന്ന ചിന്തകളിലും വിലപ്പെട്ട സേവനങ്ങൾ അർപ്പിച്ച കുട്ടി അഹമ്മദ് കുട്ടിക്ക് ഒരുപക്ഷേ ഐസക് സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഞാനിവിടെ പറയേണ്ടതില്ല, അദ്ദേഹം തന്നെ അത് സൂചിപ്പിക്കുമെന്ന് എനിക്കറിയാം. ചരിത്രം ഇങ്ങനെയൊക്കെയാണ്. വർത്തമാനകാലത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥയായിരിക്കാം ഈ സെമിനാറിൽ പ്രധാനമായും ചർച്ച ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനകീയാസൂത്രണത്തിൻ്റെ 30 വർഷത്തെ ചരിത്രം പറയുമ്പോൾ നാം സ്വയം വിമർശനാത്മകമായി കൂടി കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. തുടക്കത്തിലുണ്ടായ രാഷ്ട്രീയപരമായ നിലപാടുകൾക്ക് മാറ്റമുണ്ടായി പിന്നീട് എന്ന ആശങ്ക ഞാനിവിടെ പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശകമായി ഉയർന്നു വരുന്ന പ്രധാന പ്രശ്നം അധികാര വികേന്ദ്രീകരണമാണ്. നാം വിട്ടു നൽകുന്ന അധികാരം സംസ്ഥാന തലങ്ങളിൽ മിഷനുകൾ ഉണ്ടാക്കി അതിനെ കേന്ദ്രീകരിപ്പിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഗ്രാമസഭകളുടെയും ആസൂത്രണ സ്വാതന്ത്ര്യവും പ്രാദേശിക മുൻഗണന നിശ്ചയിക്കാനുള്ള അധികാരവും കവരുകയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും വലിയൊരു വികസന പരീക്ഷണത്തെ ഏറ്റെടുത്തവരാണ്. അതിനായി സമയവും സമ്പത്തും സമർപ്പിച്ചവരാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലക്കും കുറച്ചു കാലം പഞ്ചായത്ത് പ്രസിഡന്റായും ഞാനും ആ സംഘത്തിലുണ്ടായിരുന്നു എന്ന കാര്യം അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുന്നു. തുടർന്നും നാം നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ നെയ്യുന്നവരായി ഒരുമിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൻ്റെ വികേന്ദ്രീകരണ ആസൂത്രണത്തിൽ ചെറുപ്പം മുതൽ കേട്ടു തുടങ്ങിയ പേരാണ് തോമസ് ഐസക്. നമുക്ക് യുണീക്കായിട്ടുള്ള പല മോഡലുകളും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. പലപ്പോഴും ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സഭയിൽ വെച്ച് ലഭിച്ചിട്ടുമുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പ് നാം ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ അതേപോലെ നമുക്ക് ആവർത്തിക്കാൻ ആവില്ലല്ലോ. അത്രമേൽ വലിയ മാറ്റമാണ് സാങ്കേതികമായി വരാൻ പോകുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെയാണ് ജനകീയാസൂത്രണത്തിൻ്റെ പുതിയ ഭാവങ്ങളെന്ന് ആലോചിക്കുന്ന ഒരു ദിവസം എന്ന നിലക്കാണ് ഞാനിത് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വന്ന കാലമാണ്. AI ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ പ്ലാനുകളെല്ലാം AIയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇലോൺ മസ്ക്. അദ്ദേഹം ദ എക്കണോമിസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നു. AI ഹ്യൂമനോയിഡ് റോബോട്ടുകളും AIയും വരും കൊല്ലങ്ങളിൽ വളരെ വേഗത്തിൽ വികസിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കും അതറിയാം. അവ മനുഷ്യർക്ക് ആവശ്യമുള്ള ഭക്ഷണം, വീട്, ഗതാഗതം, വിനോദം തുടങ്ങിയവ വളരെ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കും. ഇപ്പോൾ നമ്മൾ പണം വേണ്ടത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവ അമിതമായി ലഭ്യമാകുകയും വില കുറയുകയും ചെയ്താൽ പണത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മസ്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പണം വേണ്ടത് ഭക്ഷണത്തിനാണ്, വീടിനാണ്, യാത്രക്കാണ്, വിനോദത്തിനാണ്. റോബോട്ടുകളും AIയും അത് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ പണം എന്തിനാണ് എന്നാണ്. ജോലി ഓപ്ഷണലാവും. മിക്ക ജോലികളും യന്ത്രങ്ങൾ ചെയ്യും. യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്ന് വെച്ചാൽ വെറും ബേസിക് ഇൻകം അല്ല, യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്ന ആശയം ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ അല്ല, ഡിഫ്ലേഷനാണ് പ്രശ്നമാകുക. കാരണം സാധനങ്ങളുടെ ഉൽപ്പാദനം പണത്തിൻ്റെ വിതരണത്തെക്കാൾ വേഗത്തിൽ വർദ്ധിക്കും. ചുരുക്കത്തിൽ AIയും റോബോട്ടുകളും മനുഷ്യർക്ക് ആവശ്യമായ എല്ലാം അമിതമായി ഉണ്ടാക്കിയാൽ, മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ അപ്പുറത്ത് ഉൽപ്പാദനം നടന്നാൽ പണം ഒരു അപൂർവതയുടെ അളവുകോലായി നിൽക്കേണ്ടി വരില്ല എന്നതാണ്. അപ്പോൾ പണത്തിൻ്റെ പ്രാധാന്യം കുറയുമെന്നതാണ് ഈ നിരീക്ഷണത്തിൽ പറയുന്നത്. ഇതെപ്പോഴും ഒരു പ്രവചനം മാത്രമായി നമുക്ക് കാണാം. സാമ്പത്തിക വിദഗ്ധർ ഇതിനെ എതിർക്കുന്നുമുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ വികസന കാഴ്ചപ്പാടിനി നമ്മുടെ ചിന്തകളിൽ മാത്രം പരിമിതപ്പെടുത്താനാവില്ല എന്ന സൂചന ഇതിനകത്തുണ്ട്. ഡാറ്റ കയ്യിലുണ്ടെങ്കിൽ പ്ലാനിങ് എളുപ്പമാണ് എന്ന് കോർപ്പറേറ്റുകൾ ചെയ്യുന്നത് അതാണ്. ഡാറ്റ ശേഖരിക്കുക, 10 വർഷത്തിന് ശേഷം നടക്കേണ്ട കച്ചവടത്തിന് ഇപ്പോഴേ പ്ലാൻ തയ്യാറാക്കുക. അവരത് ചെയ്യുമ്പോൾ എത്തിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഒരു സർക്കാർ അത് ചെയ്യുമ്പോൾ ധാർമ്മികതയും മൂല്യങ്ങളും ഉണ്ടാകും. നമുക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഇല്ലാതിരുന്നാൽ മാത്രം മതി. ലോകത്ത് പല രാജ്യങ്ങളും AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഫലം കാണുന്നുമുണ്ട്. സിംഗപ്പൂരിലെ ഡിജിറ്റൽ ട്വിൻ, ചൈനയിലെ സിറ്റി ബ്രെയിൻ, UAEയിലെ 3D പ്രിന്റിംഗ് ആൻഡ്
നെക്സ്റ്റ് ജെൻ സിറ്റികൾ. ദുബായ് ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് ഓഫീസും നിർമ്മാണവും AI ഹാൻഡ്വെയർ ഉപയോഗിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു. ദുബായ് നൗ എന്ന് പറയുന്നത് ഒരു ആപ്പാണ്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും AI അൽഗോരിതങ്ങൾ വഴി ഏകീകരിച്ചു കഴിഞ്ഞു. അവർ റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ അനുമതികളും പ്ലാനുകളും പരിശോധിക്കാൻ AI ഡിജിറ്റൽ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ജപ്പാൻ പറയേണ്ടതില്ല, സൊസൈറ്റി 5.0 കെട്ടിട നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷേമം പരിഹരിക്കാൻ AI അടിസ്ഥാനമാക്കിയുള്ള ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ, എക്സ്കവേറ്ററുകൾ എന്നിവ നിർമ്മാണ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഈ സംവിധാനം. ദൈവ ഹൗസ് പോലെയുള്ള മുൻനിര കമ്പനികൾ AI ഉപയോഗിച്ച് ചുരുങ്ങിയ സ്ഥലത്ത് പരമാവധി സൗകര്യമുള്ള വീടുകളുടെ ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ലണ്ടൻ ഡെവലപ്മെന്റ് ഡാറ്റാബേസ് LDD എന്ന് പറയും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ നിർമ്മാണ അനുമതികൾ നൽകുന്നതിനും AI ഡാറ്റ ഡ്രൈവൻ ഉപയോഗിക്കുന്നു. ഇതൊന്നും ഞാൻ പോയി കണ്ടതല്ല. ഈ വിവരങ്ങൾ മുഴുവൻ എനിക്ക് ലഭ്യമാക്കാൻ AIയുടെ സഹായം തേടിയതാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായ മാലിന്യ സംസ്കരണത്തിൽ ഒരു പദ്ധതി വേണമെങ്കിലും ലോകത്ത് അതിന് ഉദാഹരണമായി ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. 30 കൊല്ലം മുമ്പ് നമ്മൾ ആലോചിച്ചിറങ്ങിയതുപോലെ ഒരിക്കൽ കൂടെ ഇറങ്ങണം. പുതിയ കാലമാണ്, പുതിയ സംവിധാനമാണ്, പുതിയ ചിന്തകളും പുതിയ ഭാവങ്ങളും പുതിയ തലമുറയുമാണ്. അന്നിറങ്ങാൻ കാണിച്ച അതേ ആർജവത്തിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മൾ ഇറങ്ങണം. അത് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ജെൻസ് കുട്ടികൾ വളരെ സ്മാർട്ടാണ്. അവരുടെ ഭാഷയിൽ അവർ പൊളിയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന പൊളിയല്ല. അവരോടൊന്ന് പറഞ്ഞാൽ മതി, 100 പദ്ധതികൾ നമ്മുടെ മുമ്പിലെത്തും. തടസ്സങ്ങൾ രാഷ്ട്രീയമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഇനിയും ഒന്നുകൂടെ വികസനം സംബന്ധിച്ച കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വകുപ്പിൻ്റെ സ്വാഭാവികമായി ഇപ്പോഴുള്ള ചുമതലയുള്ള ഒരാൾ എന്ന നിലക്ക് ആ ചർച്ചയിൽ മുഴുവൻ സമയവും വന്നിരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് കൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ആശയങ്ങൾ ഉണ്ടായാൽ മാത്രം മതി. അടുത്ത 30 വർഷത്തേക്ക് നമുക്ക് എന്താവണമെന്ന് ആലോചിക്കാൻ, കൂടിയിരിക്കാൻ, നമുക്കെല്ലാവർക്കും കൂടെ കൂടിയിരിക്കാൻ. പക്ഷേ എൻ്റെ പ്രിഫറൻസ് ഇതാണ്: AI ടെക്നോളജി ഉപയോഗപ്പെടുത്തി എങ്ങനെ നമ്മുടെ പദ്ധതികളെ, ആസൂത്രണങ്ങളെ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമാക്കാൻ മാറ്റാൻ കഴിയുമെന്നതാണ്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പുതിയ തലമുറക്കുള്ള അവസരങ്ങളാണ്. അത് നൽകാൻ ജനകീയ ആസൂത്രണത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ ഓരോ പഞ്ചായത്തിനും അവരുടേതായ സ്റ്റാർട്ടപ്പ് സാധ്യതകളുണ്ട്. തിരുനെല്ലി പഞ്ചായത്തിന് ഏറ്റവും നല്ല തേനുണ്ടാക്കി ലോകത്തിൽ മാർക്കറ്റ് ചെയ്യാനാവും. ചെറുതാവാം, പക്ഷേ അതിൻ്റെ മാർക്കറ്റ് വലുതാണ്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിക്ക് കോൾഡ് സ്റ്റോറേജ് പദ്ധതിയാവാം. അങ്ങനെ ഓരോ പഞ്ചായത്തുകളും ആലോചിച്ച് അവരുടെ സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കമിടുക. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വയം വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം. ഓരോ പ്രൊനൗൺസേഷനും അവരുടെ തനത് ഫണ്ട് കണ്ടെത്താൻ ആലോചന ഉണ്ടാക്കുക. അവരുടെ പ്രത്യേകത വെച്ച് അവരത് ചെയ്യുക. ജനകീയാസൂത്രണം എങ്ങനെ യുവതയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാനായിരിക്കുന്നു. ഞങ്ങൾ എന്തിനാണ് ഇതിലൊക്കെ പങ്കാളിയാവുന്നത് എന്ന് ജെൻസ് അല്ലെങ്കിൽ ജെൻ ആൽഫ ഒക്കെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയണം. അവർ രാഷ്ട്ര നിർമ്മാണത്തിൽ അതിൻ്റെ പ്രധാന ഭൂമികകൾ വഹിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ. എന്നാൽ അത് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ മാത്രമാവരുത് അവരുടെ ഇടപെടൽ എന്നത് ഉറപ്പുവരുത്താനാണ് യഥാർത്ഥ ജനകീയ ആസൂത്രണം യുവതയിലേക്ക് എത്തണമെന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ സ്വപ്നം കണ്ട പ്രാദേശിക ഗവൺമെൻറ്റുകൾ അതിൻ്റെ ഏത് സാധ്യത ചർച്ച ചെയ്യുന്ന വേദിയിലും ഇതുപോലെ ഒരു പ്രസംഗകനായിട്ടല്ല, കേട്ടിരിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്നെ വിളിക്കാൻ നിങ്ങൾ കാണിച്ച ഈ താല്പര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അഭിവാദ്യങ്ങൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.